Okay, let us go to the next session, and already the budget has already begun and it is a halfway. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇനി അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഓരോ സെഷനിലെയും അതുപോലെ തന്നെ ഓരോ സെഷൻ വന്നുകൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇപ്പോൾ അവൈലബിൾ അല്ല. എന്നാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ വെച്ച് നമുക്ക് വിൽ ഡിസ്കസ് സംതിങ് വാട്ട് എവർ വിച്ച് ഹാസ് ഇതുവരെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അതിലെനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ബഡ്ജറ്റിന് തൊട്ട് മുമ്പ് മാർക്കറ്റ് ശരിക്കും ഒന്ന് നന്നായിട്ടൊന്ന് പീക്ക് ചെയ്ത് ബഡ്ജറ്റ് സെഷൻ ആരംഭിച്ചതിന് ശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താഴെ വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്നിരുന്നാലും ഈവൻ ദ മാർക്കറ്റ് ഇപ്പോഴും ഒരു സപ്പോർട്ട് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ഓവർ റിയാക്ഷൻ ഒന്നും മാർക്കറ്റ് ഉണ്ടായിട്ടില്ല. ഒരു പാനിക് സെല്ലിംഗ് അത്തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഒന്നും മാർക്കറ്റിൽ ഇതുവരെ കണ്ടിട്ടില്ല. 7500 7480 ആണ് നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ട്. ആ ലെവല് വന്നു. ഇന്ന് ആ ലെവൽ വന്നിട്ട് മാർക്കറ്റ് തിരിച്ചെടുക്കായി. അപ്പം വീണ്ടും ഒരു അവിടെ നിന്ന് ഏകദേശം ഒരു 70-80 പോയിന്റ്സ് ആ ലോയിൽ നിന്ന് തിരിച്ചു കയറി. ദാറ്റ് മീൻസ് അവിടെ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയെന്ന് വേണമെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ആ ലെവലിൽ എത്തുമ്പോൾ നല്ല കുറെ ഷെയർസ് ക്ലയൻസിന് ഫ്രഷ് ആയിട്ട് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. 7480 ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ മാത്രമേ ഒരു പാനിക് സിറ്റുവേഷനോ അല്ലെങ്കിൽ നമുക്കൊരു ഇനി അടുത്തൊരു ലോവർ ലെവലിലേക്ക് പോകുന്ന എക്സ്പെക്ട് ചെയ്യേണ്ടത്. വേറെ 7500 അല്ലെങ്കിൽ 7480 ആ റേഞ്ചിൽ മാർക്കറ്റ് ബൗൺസ് ചെയ്തു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത ന്യൂസുകളെ സംബന്ധിച്ച് പറയുമ്പോൾ മാർക്കറ്റിന് അൺഫേവറബിൾ ആയിട്ട് വരുന്ന ഒരു ന്യൂസുകൾ ഇതുവരെ ബഡ്ജറ്റിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ബഡ്ജറ്റ് സെഷൻ തീരുമ്പോഴേ ശരിക്കും നമുക്കൊരു ഓവറോൾ പിക്ചർ കിട്ടുള്ളൂ. മാർക്കറ്റിന്റെ ഒരു ട്രെൻഡും കറക്റ്റ് ആയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡേഴ്സിന് പറ്റിയൊരു ഡേ അല്ല, ഇൻവെസ്റ്റേഴ്സിന് പറ്റിയ ദിവസമല്ല. കാരണം എന്താ പറഞ്ഞാൽ ബഡ്ജറ്റ് ബഡ്ജറ്റിന്റെ ദിവസം ഒരു ഹൈലി വോളറ്റൈൽ മാർക്കറ്റാണ്. എവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടാലും അത് അടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചത്. ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം ഏത് ഇൻഡസ്ട്രി പിക്ക് ചെയ്യണം, എവിടെ ഷെയർ എടുക്കണം എന്നുള്ളത് ഇപ്പം ഒരു 100% ഒരു എന്താ പറയുക ഒരു ഗാംബ്ലിങ്ങിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതല്ലാതെ ഒരു. അതേസമയം ഇന്നത്തെ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വൈകുന്നേരം അതിൻ്റെ അനാലിസിസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നാളെ മാർക്കറ്റിൽ വരുന്ന സമയത്ത് ശരിക്കും ഒരു ഇൻവെസ്റ്റർക്ക് 1, 2, 4% മുകളിലാണെങ്കിൽ പോലും കറക്റ്റ് ആയിട്ടുള്ള ഷെയറുകൾ വാങ്ങിക്കാൻ സാധിക്കും. ശരിക്കും അത് അടുത്ത ഒരു മാസത്തേക്കുള്ള ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ക്ലിയർ വ്യക്തമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പാനിക് ആവേണ്ട കാര്യമില്ല. they will get an opportunity if the market dips at a certain level. തീർച്ചയായിട്ടും അതൊരു ഫ്രഷ് ബൈങ്ങിനോ അതോ ആവറേജ് ചെയ്യാനുള്ള ഒരു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ബഡ്ജറ്റിലെ പ്രധാന മെഷേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷണറി പ്രഷർ, വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ചലഞ്ച് എന്ന് പറയുന്ന എക്കോണമിയുടെ തീർച്ചയായും ഇൻഫ്ലേഷണറി പ്രഷറാണ്. അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതും വളരെ ഒരു മെഷറാണ്. അതായത് മറ്റ് ഗവൺമെന്റുകൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടൊരു ബഡ്ജറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഗവൺമെന്റിന് മുകളിൽ വലിയൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഒരു ഭാഗത്ത് വലിയ ചലഞ്ചസ് എക്കോണമി ഫേസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഫോറിൻ കറൻസി ഡെഫിസിറ്റ്, ട്രേഡ് ഡെഫിസിറ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ്, പുവർ മൺസൂണ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പുവർ ഗ്രോത്ത്, അഗ്രികൾച്ചറൽ പുവർ ഗ്രോത്ത്, ഇവയെല്ലാം ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിൽ നിലനിൽക്കുന്ന ടെൻഷൻസ്, ഇവയെല്ലാം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് എന്ന് പറയുന്നത് ജനങ്ങളുടെ എക്സ്പെക്ടേഷൻസ് വളരെ വലുതാണ്. ഇതിന്റെ രണ്ടിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഗവൺമെന്റ് ഒരു പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഓൾറെഡി ബിൽഡപ്പ്. കാരണം പുതിയൊരു ഗവൺമെന്റ് അവരുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഓൾറെഡി ബിൽഡപ്പ് ചെയ്തു കഴിഞ്ഞു അല്ലെ. അതിന്റെ റിയാക്ഷൻ ആണ് ശരിക്കും നമ്മൾ മാർക്കറ്റില് പ്രീ ബഡ്ജറ്റ്. അപ്പൊ ഇനി ഇതിന്റെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ ട്രെൻഡ് എന്ന് പറയുന്നത് ഇനി ആക്ച്വൽ എന്താണ് അല്ല. ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ മാർക്കറ്റിലെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റേബിൾ ഗവൺമെന്റ് വന്നു ഇന്ത്യയിൽ. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഇന്ത്യയിൽ വരുന്നത്. അപ്പം ആ ഒരു ഭാഗത്തിന്റെ
സ്റ്റെബിലിറ്റി, പിന്നെ ഇപ്പോൾ വന്നേക്കുന്ന ആ ഒരു ഗവൺമെന്റിന്റെ കുറച്ച് നല്ല നയങ്ങളും എക്സ്പെക്ട് ചെയ്തുകൊണ്ടുള്ള മൂവ്മെന്റ് ആണ് സത്യം പറഞ്ഞ ഇതുവരെ വന്നത്. എന്നാൽ അത് റിയലിസ്റ്റിക് ആയിട്ട് അതൊരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് വരുന്നത് ബഡ്ജറ്റിലൂടെയാണ്. ബഡ്ജറ്റ് കഴിയുമ്പോഴത്തേക്കും അതിന് കുറെ കൂടെ ക്ലാരിറ്റി വരും. മറ്റേ അടുത്ത ഒരു വർഷത്തേക്ക് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെയാണ് സ്റ്റെപ്പ് ഫസ്റ്റ് ലെവലിൽ എടുക്കുന്നത്. സോ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും സെക്കൻഡ് ബഡ്ജറ്റ്, തേർഡ് ബഡ്ജറ്റ്, പിന്നെ അങ്ങനെ പോകും. അപ്പം ഈ ബഡ്ജറ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് കഴിയുന്നതോടുകൂടി മാർക്കറ്റിൽ ഒരു നല്ല ടേൺ അറൗണ്ട് പോസിറ്റീവായിട്ട് കിട്ടുന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. പിന്നെ ഏതൊക്കെ ഇൻഡസ്ട്രി വൈസ് ആയിട്ടും കമ്പനി വൈസ് ആയിട്ടും ഒക്കെ വ്യത്യാസങ്ങൾ വരും. വേറെ ഇനിയിപ്പം ഇൻ കേസ് ഒരു ചെറിയ കറക്ഷൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ പോലും അത് പോസിറ്റീവാണ്. കാരണം ദാറ്റ് വിൽ ബി എൻ ഓപ്പർച്യൂണിറ്റി, ഇൻവെസ്റ്റേഴ്സിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് എപ്പോഴും ചെറിയ ചെറിയ കറക്ഷനിൽ കൂടി തന്നെ മുന്നോട്ട് പോകണം. അപ്പം മാർക്കറ്റിൽ ഇപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെറിയ കറക്ഷൻ വന്നു, അതും മാർക്കറ്റിന് വളരെ നന്നായി. കാരണം ഞാൻ ഒത്തിരി ലോങ് പൊസിഷൻസ് അൺവൈൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിന് കിട്ടി. അപ്പം മാർക്കറ്റിൽ ഒരു ഓവർബോട്ട് പൊസിഷൻ ആയിരുന്നു കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ. ആ ഓവർബോട്ട് പൊസിഷനിൽ നിന്ന് ശരിക്കും ഒരു റിയലിസ്റ്റിക് ലെവലിലേക്ക് മാർക്കറ്റിന് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ്സ്. അപ്പം അത് കറക്ഷൻ എപ്പോഴും വേണം, പക്ഷെ അതിന്റെ മൂവ്മെന്റ് എപ്പോഴും ഒരു അപ്വേർഡ് ആയിരിക്കും. അല്ലെങ്കിൽ ആ നല്ല നല്ല ന്യൂസും നല്ല നല്ല സ്റ്റെപ്സും ഗവൺമെന്റ് എടുക്കുന്നതനുസരിച്ചിട്ട് അവരുടെ പോളിസി അനുസരിച്ചിട്ട് നല്ല രീതിയിൽ കമ്പനിക്കും പ്രവർത്തിക്കാൻ സാധിക്കും. അത് കമ്പനിയുടെ ഷെയർ പ്രൈസിലും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അല്ല, ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ FDIക്ക് കുറെ ഊന്നൽ നൽകിയിട്ടുണ്ട്. അതെ അതെ, ഇൻഷുറൻസ് സെക്ടറായിട്ട് മുമ്പ് 26% അത് 49%, ഡിഫൻസിലും അത് 49% ആക്കി. എനിക്കൊന്ന് ഒരു 10-13 വർഷത്തെ ഒരു ട്രാക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഷുറൻസ് സെക്ടറിൽ കണ്ടൊരു 23 കമ്പനീസേ ഉള്ളൂ ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ഒരു വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 1.2 ബില്യൺ പീപ്പിൾസ് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ലീസ്റ്റ് ആൾക്കാർക്ക് ഇൻഷുറൻസ് കവറേജ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു വരവിലൂടെ അവർക്ക് ഈ മാർക്കറ്റ് കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നു. എനിക്ക് തോന്നുന്നൊരു 5,000 to 6,000 crores ഫണ്ട് ഇതുവഴി മാർക്കറ്റിൽ വരുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ ഇൻഷുറൻസ് സെക്ടറും ഒന്നൊരു ബൂമിലോട്ട് വരും. അങ്ങനെ ഒരു എക്കോണമിക്ക് ഒരു റിവൈവൽ, ഒരു ഗ്രോത്ത് കിട്ടുമെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. LICക്കാണ് ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനീസിൽ LIC ആണ് ഇപ്പോൾ ഉള്ളതെങ്കിലും പിന്നെ പ്രൈവറ്റ് കമ്പനീസ് പിന്നെ LIC ഹൗസിംഗ് ഫിനാൻസിലെ ഉള്ളെങ്കിലും ഇൻഷുറൻസിൻ്റെ ഇതല്ല, LIC ഹൗസിംഗ് ഫിനാൻസിലാണ് പ്രാഥമികം കാണാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു റിലയൻസ് ക്യാപിറ്റലുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ കമ്പനീസും ലിസ്റ്റഡ് ചെയ്യാനുള്ള ചാൻസസും കാണുന്നുണ്ട് വരും വർഷങ്ങളിൽ. എനിക്ക് തോന്നുന്നു ഇൻഷുറൻസ് സെക്ടർ അതെ പ്ലാനിലുണ്ട്. അതെ തീർച്ചയായും. അതെ അപ്പോൾ കുറെ കൂടെ ഫണ്ട് മാർക്കറ്റിൽ ലഭിക്കുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറിലും കുറേ പ്ലാൻസ് പറഞ്ഞിട്ടുണ്ട്. റോഡിൻ്റെ ഗ്രോത്ത് ആണെങ്കിലും പിന്നെ 37,850 crore ഇൻവെസ്റ്റ്മെന്റ് ആണ് ത്രൂ NHAയുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയിലൂടെ വരാൻ പോകുന്നത്. അതും കുറേ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസിന് കുറച്ച് ബെനിഫിറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. L&T പോലത്തെ മുഖ്യധാരയുള്ള L&T, IRB അങ്ങനത്തെ കമ്പനികളായാലും കുറേ ഇങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന് 200 crore പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ടു ബിൽഡപ്പ് 6 more ടെക്സ്റ്റൈൽ ക്ലസ്റ്റർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഫാമേഴ്സിന് വേറെ ഗുണമുണ്ട് എന്ന് പറഞ്ഞാൽ 7% ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കൊടുക്കാമെന്നും അത് പിന്നെ 3% ഇൻസെൻറ്റീവും കൂടെ കൊടുക്കാമെന്നും ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദേ ആർ പെയ്ഡ് ഇൻ എ ടൈംലി മാനർ ദേ വിൽ ഗെറ്റ് അഡീഷണൽ 3% ഇൻസെൻറ്റീവ്. 3% കൂടെ അതൊരു ഫാമേഴ്സിനെ സംബന്ധിച്ച് വളരെ ഒരു ഗുണം ലഭിക്കുന്ന ഒരു ഇതാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പബ്ലിക് സെക്ടർ ബാങ്ക് വഴിയുള്ള അവരുടെ ഷെയർസ് വിൽക്കുന്നുള്ളൊരു പ്രവണതയും കാണുന്നു. അപ്പോൾ ബാങ്കിന് കുറച്ചൊരു ഇതുണ്ടെന്ന് തോന്നുന്നു. അതെ ഏത് ലെവലിലാണ് അതെ അത് കുറച്ചും കൂടെ സ്റ്റഡി ചെയ്യേണ്ട ഒരു അവസ്ഥ ഇതുണ്ടെന്ന് തോന്നുന്നു. ഏത് ലെവലിലൊക്കെയാണ് സെല് ചെയ്യുന്നത്, ഏതൊക്കെ ബാങ്കിനാണെന്നത് നമുക്ക് കുറച്ചും കൂടെ നോക്കേണ്ടതുണ്ട്. പിന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് 4.1% ഓഫ് GDP മെയിൻറ്റെയിൻ ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. അത് ഓൾമോസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഇതുണ്ടെന്ന് തോന്നുന്നു ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഈ പോളിസിയുടെ ഇതനുസരിച്ച്. 3.6% വരുന്നു. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇത് ഘടകമാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ മേജർലി ടാക്സ് റൂൾസിനൊന്നും ഒരു ചേഞ്ച് ഇല്ല എന്നുള്ളൊരു അതെ
they are saying that there is no change in the existing rules. Further ഇത് തന്നെ ഫോളോ ചെയ്യാം. ഹൈ ലെവൽ കമ്മീഷൻ അവർ സ്റ്റഡി ചെയ്തതിന് ശേഷം പാർലമെന്റിന്റെ തീരുമാനം അപ്പൊ അതാണ് ചെറിയൊരു. പിന്നെ അതുപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അങ്ങനത്തെ പ്രോജക്റ്റിനായാലും 1000 crores ഉണ്ട് കമ്പനീസിലേക്ക്. ജെയിൻ ഇറിഗേഷൻ അങ്ങനത്തെ കുറേ കമ്പനികൾക്ക് ഗുണം ലഭിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് പവർ. ഗവൺമെന്റിന്റെ ഒരു പോളിസി തന്നെ 24/7 പവർ സപ്ലൈ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. പക്ഷെ അത് എത്രമാത്രം ഫലപ്രദമാകും എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. ഇപ്പം മൺസൂൺ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എത്രയാണ് മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആവറേജ് ലെവലിലേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഫോർകാസ്റ്റിംഗ് ആണ് ഇപ്പം നൽകുന്നത്. അതെ അതെ അതെ. അപ്പോൾ അതും പവറിൻ്റെ സപ്ലൈ എത്രമാത്രം ഡൽഹിയിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഒക്കെ അറിയാം പവർ കട്ടിൻ്റെ ഹവേഴ്സ് തന്നെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ തമിഴ്നാട്ടിലും. അപ്പോൾ പവറിന് എത്രമാത്രം അത് പ്രയോജനം ആകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അതൊക്കെയാണ് മേജറായിട്ട് ഇപ്പോൾ നമ്മൾ ബജറ്റിൽ കണ്ടുവന്നേക്കുന്നത്. അതെ അതെ അതെ. ഇനിയുള്ള നമുക്ക് കാണാനുള്ള IT-നെയൊക്കെ എങ്ങനെ എഫക്ട് ചെയ്യുമെന്നുള്ള IT അവർക്ക് എന്തെങ്കിലും റിവൈവൽ പ്ലാൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇനിയും അത് ഇതുവരെ ഒന്നും ചർച്ച ബജറ്റിലൊന്നും സൂചിപ്പിച്ചിട്ടില്ല. എനിക്കൊന്ന് വരും മണിക്കൂറുകളിൽ അതും അതിനെക്കുറിച്ച് ക്ലിയർ. അതെ അതെ അതെ. പിന്നെ മിസ്റ്റർ ശ്രീധരൻ എന്താ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ? അതുപോലെ തന്നെ ഈ ബഡ്ജറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് സ്കിൽ ഇന്ത്യ പ്രോഗ്രാം എന്ന രീതിയിൽ ഒരു പുതിയ പ്രോഗ്രാം ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ പറഞ്ഞ പോലെ തന്നെ ഫാർമേഴ്സ് പെസൻസിന് ഒരു എക്കോണമിയുടെ ഡെവലപ്മെന്റിൽ അഗ്രികൾച്ചർ സെക്ടറിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇന്ത്യയെ പോലെയുള്ള ഒരു എക്കോണമിയിൽ അഗ്രികൾച്ചർ സെക്ടർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെ വഹിക്കുന്നുണ്ട്. അതിനകത്ത് ഇൻഫ്ലേഷൻ പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പോർട്ടുകൾ കൂട്ടുന്നതിനും ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ കൊടുക്കുന്നതിനും അഗ്രികൾച്ചർ സെക്ടർ തന്നെ ഒരു പ്രധാനപ്പെട്ട പങ്കാണ് ഇതിനകത്ത് വഹിക്കുന്നത്. അതിനകത്തിൽ ഈ കിസാൻ വികാസ് പത്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോഗ്രാം ഈ ബഡ്ജറ്റിൽ ഗവൺമെന്റ് ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷണറി പ്രഷർ കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫണ്ട് 500 കോടി രൂപയുടെ ഒരു പ്രത്യേക ഫണ്ട് ഇൻഫ്ലേഷണറി പ്രഷർ കുറയ്ക്കുന്നതിന് വേണ്ടി തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. ഫുഡ് ഇൻഫ്ലേഷൻ അത് ഒരു പരിധിക്കപ്പുറം കടന്നു പോകാതെ നിയന്ത്രിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ട്. എനിക്കൊന്നും ഇപ്പം നമ്മുടെ എക്കോണമി റൺ ചെയ്തു പോകുന്നത് ഒരു വാക്കിംഗ് ഒരു റണ്ണിങ് ഇൻഫ്ലേഷൻ സ്റ്റേജ് ആണ്. ഒരു പക്ഷേ ഒരു ഗ്യാലപ്പിംഗ് സ്റ്റേജിലേക്ക് എക്കോണമി പോകാതെ തന്നെ ആ എക്കോണമി പിടിച്ചു നിർത്തിയത് ഗവൺമെന്റിന്റെ ഈ വന്നതിന് ശേഷമുള്ള കുറെ മെഷേഴ്സുകളാണ്. ഇത് പ്രധാനമായിട്ടും ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത് സബ്സിഡികൾ കുറച്ച് സബ്സിഡികൾ കുറച്ചുകൊണ്ടുവരിക. അത് പ്രധാന മേഖല പറഞ്ഞ F3, അതായത് ഫ്യൂവൽ, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ സെക്ടർ, ഫുഡ് സെക്ടർ. ഫ്യൂവൽ, ഫെർട്ടിലൈസർ, ഫുഡ് സെക്ടർ, ഈ 3 സെക്ടറുകളിൽ കൊടുത്തിരുന്ന സബ്സിഡികൾ കുറച്ച് കൊണ്ടുവരാനായിരിക്കും ഗവൺമെന്റ് കൂടുതൽ ഇനിയും വരുന്ന ഇംപ്ലിമെന്റേഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഫ്യൂവൽ സബ്സിഡികൾ കുറയ്ക്കുമെന്നാണ് അവര് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫ്യൂവൽ സബ്സിഡികൾ എന്ന് വെച്ചാൽ ഫ്യൂവൽ സബ്സിഡികൾ കുറച്ചില്ല എങ്കിൽ വരും കാലഘട്ടങ്ങളിൽ അത് ഗവൺമെന്റിന് ഒരു വലിയ ബർഡനായിട്ട് തന്നെ തീരും. കഴിഞ്ഞ ചർച്ചയിൽ തന്നെ നമ്മൾ പറയുണ്ടായി ഈ ഒന്നിച്ച് ഒറ്റയടിക്ക് ഒരു വലിയൊരു എമൗണ്ട് കുറയ്ക്കുന്ന സമയത്താണ് ആളുകൾക്ക് പക്ഷേ ഗ്രാജുവൽ ഒരു ഇൻക്രീസ്, ചെറിയ ഇൻക്രീസ്. അത് എക്കോണമിക്കും അതുപോലെ തന്നെ ജീവിത നിലവാരം, ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടുന്നതനുസരിച്ച് അവരുടെ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടും. അത് അങ്ങനെയാണ്, അതിന്റെ ഒരു മെഷർ അങ്ങനെയാണ്. ചെറിയ രീതിയിലുള്ള പ്രൈസ് ഇൻക്രീസ് എന്ന് പറയുന്നത് എക്കോണമിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്, ഒരു പോസിറ്റീവ് സൈൻ ആണ് അത് തന്നെ എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിലെ ബ്ലഡ് പ്രഷർ പോലെയാണ്. അത് കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പം തന്നെയാണ്. കുറഞ്ഞാലും എക്കോണമി അത് പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം ഡിമാൻഡ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡ് എക്കോണമിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിക്ക് ആണെങ്കിൽ എന്തിനും ഗ്രോ ചെയ്തു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻഫ്ലേഷൻ എപ്പോഴും എക്കോണമിയിൽ ഉണ്ടായിരിക്കുക തന്നെ വേണം. ഡിഫ്ലേഷനിലേക്ക് നമ്മൾ ഒരിക്കലും പോകാതെ ഇൻഫ്ലേഷൻ പർച്ചേസിംഗ് പവർ ജനങ്ങളുടെ കയ്യിൽ ആഡിക്കേറ്റ് ഫണ്ട് ഉണ്ടായി. ഔട്ട്പുട്ട് എത്ര ഉണ്ടാകുന്നു അതിനനുസരിച്ച് ജനങ്ങളുടെ ഫണ്ട് മണി സപ്ലൈ ഉണ്ടാകണം. ഔട്ട്പുട്ടിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്താൽ എക്കോണമി ഷാർപ്പായി ഗ്രോ ചെയ്ത് പോകും.
ഇൻഫ്ലേഷൻ ഒരു പരിധിക്ക് ഉള്ളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അതൊരു മോണിറ്ററി പോളിസിയിലും കുറെ ചേഞ്ച് ഒക്കെ വരുത്താനുള്ള അത് RBIയുടെ പോളിസിയിൽ ചേഞ്ച് വരണമെങ്കിൽ ആദ്യമായി ഗവൺമെന്റ് ഫിസിക്കൽ പോളിസികൾ, അതായത് ബഡ്ജറ്ററി പോളിസികൾ, ടാക്സേഷൻ പോളിസികൾ ഇവ കൊണ്ടുവന്നിട്ട് അതിനോടൊരു എൻവയോൺമെന്റ് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പായി RBIക്ക് എന്തെങ്കിലും ചെയ്യാനാ പറ്റുള്ളൂ. അല്ലാതെ എക്കോണമി കൊളാപ്സ് ആയി നിൽക്കുന്ന ഒരു അവസരത്തിൽ RBIക്ക് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്ത് ഒന്നും ചെയ്യാനായി ആവില്ല. അതെ അതെ, രഘുരാമൻ രാജൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാലും ഒരു സർട്ടൺ പെർസെന്റ് CPI ഇൻഫ്ലേഷൻ വന്നതിന് ശേഷമേ നമുക്ക് അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള മോണിറ്ററി പോളിസിയിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാം. അതെ അതെ, ഒരു ക്ലൈമറ്റ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ്, അവരുടെ ഡ്യൂട്ടിയാണ്. അതിനുശേഷം നെക്സ്റ്റ് മെഷേഴ്സ് മോണിറ്ററി മെഷേഴ്സ് എടുക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. അത് ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പോളിസികൾ അത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ ഫസ്റ്റ് ഇമ്പാക്ട് ഉണ്ടായ ശേഷം RBI അടുത്ത മെഷേഴ്സ് എടുക്കുമ്പോഴേ നമുക്ക് അതിന്റെ ആ ഓവറോൾ ചേഞ്ചസ് എക്കോണമിയിൽ കണ്ടറിയാനായിട്ട് പറ്റുള്ളൂ. ശരിയാണ്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഡിസ്കഷനിലേക്ക് അടുത്ത ബഡ്ജറ്റ് സ്പീച്ചിന്റെ കാര്യങ്ങൾ അനൗൺസ്മെന്റ് വരുന്നതിനനുസരിച്ച് നമുക്ക് അടുത്ത ഡിസ്കഷനിലേക്ക് കടക്കാം. അതുവരെ താങ്ക് യു വെരി മച്ച്.